ബംഗാൾ രാഷ്ട്രീയത്തിൽ നിലവിൽ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവാണ് സുവേന്ദു അധികാരി. നന്ദിഗ്രാം പ്രക്ഷോഭത്തിലൂടെ ഉയർന്നുവന്ന നേതാവ്. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ വിശ്വസ്തനായ സുവേന്ദുവാണ് BJP സംസ്ഥാനത്ത് അധികാരം പിടിക്കുമ്പോൾ അതിന്റെ നേതൃസ്ഥാനത്തും. ബംഗാളിൽ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളിലൊക്കെ സുവേന്ദു അധികാരി ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ നന്ദിഗ്രാം പ്രക്ഷോഭത്തിന്റെ സമരനായകൻ. പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വളർന്നപ്പോൾ അവിടെ നേതൃതലത്തിൽ സുവേന്ദു അധികാരി ഉണ്ടായിരുന്നു. ഒടുവിൽ BJP അധികാരം പിടിക്കുമ്പോൾ അവിടെയും നായകൻ സുവേന്ദു അധികാരി. പിതാവ് ശിശിർ അധികാരിയുടെ പാത പിൻപറ്റിയാണ് സുവേന്ദു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. തുടക്കം കോൺഗ്രസ് വിട്ട് മമതാ ബാനർജി രൂപീകരിച്ച തൃണമൂലിൽ അടുത്ത ഇന്നിംഗ്സ്. നന്ദിഗ്രാം പ്രക്ഷോഭകാലത്ത് CPIM-നെതിരെ ഗ്രാമീണരെ അണിനിരത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. നന്ദിഗ്രാം സമരമാണ് ദേശീയ തലത്തിൽ പോലും സുവേന്ദുവിനെ ശ്രദ്ധേയനാക്കിയത്. ഇടതുപക്ഷം വീണ് തൃണമൂൽ അധികാരത്തിലെത്തിയപ്പോൾ ഗതാഗതം, ജലസേചനം തുടങ്ങി പ്രധാന വകുപ്പുകളുടെ മന്ത്രിയായി. പാർട്ടിക്കകത്ത് അധികാര വടംവലി ശക്തമായ കാലത്ത് മമതയുമായി ഇടഞ്ഞു. അപ്രതീക്ഷിതമായി 2020 പാർട്ടി വിട്ട് BJP പാളയത്തിൽ. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതയെ തന്നെ മലർത്തിയടിച്ചു. ഇത്തവണ ഭവാനിപ്പൂരിലും അത് ആവർത്തിച്ചു. नंदीग्राम का हिंदू जनता फिर मुझे जिताया. वहाँ मुसलमान वोट पूरा के पूरा TMC को मिला. ये लोग बहुत कट्टरवादी, इसलिए मेरा मार्क ठीक है. मैं नंदीग्राम का हिंदू के लिए काम करूंगा. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അധികാരത്തിന് വഴി തുറക്കുമെന്ന് വിശ്വസിച്ച ആളാണ് സുവേന്ദു അധികാരി. അതിനാവുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശ്രമിച്ചു. സംസ്ഥാനത്തെ താരപ്രചാരകനായി സുവേന്ദു മാറിയതാണ് കണ്ടത്. ഫലം വന്നപ്പോൾ അത് പ്രതിഫലിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് BJPക്ക് പരിഗണിക്കാനില്ല. ഏറ്റവും കരുത്തനായ നേതാവിന് തന്നെ നറുക്കു വീണു. ശാരദാ ചിറ്റ് ഫണ്ട്, നരോദ സ്റ്റിംഗ് ഓപ്പറേഷൻ തുടങ്ങി അഴിമതി ആരോപണങ്ങളുടെ കറവുണ്ടെങ്കിലും അതൊന്നും അധികാര കസേരയിലേക്കുള്ള പ്രയാണം തടയാൻ പോരുന്നതായില്ല. 24 കൊൽക്കത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.